ഹലോ, അപ്പം നമ്മളിതാ ഇരുട്ടി എത്തിയിരിക്കുകയാണ്. രാവിലെ 4:30 ആയപ്പോഴത്തേനും ഞാനിവിടെ എത്തി. ഇന്നലെ രാത്രി ഒരു 10:30 ആയപ്പോഴത്തേനും ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ബാംഗ്ലൂരിൽ നിന്ന്. സോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ മാരേജ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അവളുടെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത്. സോ ഇന്ന് നമുക്കിവിടെ ഹൽദിയാണ് ഈവനിങ്. സോ അതിനുശേഷം നമ്മൾ ആലപ്പുഴ പോവും. ചെറുക്കൻ അവിടെ നിന്നാണ്. ആക്ച്വലി ഇതൊരു ലവ് മാരേജാണ്. നമുക്ക് ലവ് ആൻഡ് അറേഞ്ച്ഡ് മാരേജ്. അപ്പോൾ ഗൈസ് നമ്മളിതാ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ ബ്രേക്ക്ഫാസ്റ്റ്? കപ്പയും മീൻകറി. കപ്പയും മീൻകറി. നല്ല ഉണക്ക കപ്പയും. എന്ത് മീനായി? കാളാഞ്ചി. നൈസ് കോമ്പിനേഷൻ ഗൈസ്. അടുത്ത ഷോപ്പിങ്ങിനായിട്ട് ഇറങ്ങിയാണ് ഗൈസ്. കുറച്ച് തിങ്സ് വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ ഇറങ്ങി. അല്ലേ, അവൾ എടുത്തുകൊണ്ടിരിക്കുമോ. എനിക്കൊരു ഹൽദിക്കൊരു ഡ്രസ്സ് ഇട്ടു. അപ്പോൾ ഇതാ ഞങ്ങളിങ്ങനെ പൂൾ ബാറിൽ കയറി അവസാന ഘട്ട ഷോപ്പിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. കണ്ടോ, ഇവിടെ ഒരാൾ ടയേർഡായി ഫോണും കുത്തിപ്പിടിച്ചിരിക്കുന്നുണ്ട്. ഹായ് വരാം. ഹായ്. അപ്പം ഞങ്ങൾക്ക് 3 മണിക്ക് മുന്നേ വീട്ടിൽ കയറണമെന്നാണ് ഉത്തരവ്. അതുകൊണ്ട് ഞങ്ങൾ എല്ലാം ഫാസ്റ്റായിട്ട് ചെയ്തു. ഇനിയിപ്പം ചായ കുടിച്ചിട്ട് വീട്ടിൽ പോവാണ്. എത്ര മണിക്ക് ഹൽദി? 7 മണിക്ക്. അപ്പം 7 മണിക്ക് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ അവിടെ സ്റ്റേജും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. വയ്യ കാണിക്കാട്ടോ. ഞാനിത് കഴിച്ചിട്ട് വീട്ടിൽ പോട്ടെ. ചോറ്, അച്ചാർ. ഹാപ്പി സെന്ററിലോ ഫൈനലി ഫുഡ് കഴിച്ചു കഴിഞ്ഞു ഗൈസ്. സീ കംപ്ലീറ്റഡ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അടിപൊളി സാമ്പാർ. കുറേ നാളായി വീട്ടിലെ സാമ്പാറൊക്കെ കഴിച്ചിട്ട്. എനിക്ക് ഹോംലി ഫുഡും അല്ലെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഗൈസ് ഇതാ ഞങ്ങൾ ഒരുങ്ങാൻ തുടങ്ങിയിരിക്കുകയാണ്. ഞാനവിടെ മുടിയൊക്കെ സ്ട്രൈറ്റൻ ചെയ്ത് കൊടുക്കുകയായിരുന്നു. ഇന്നത്തെ ബ്യൂട്ടീഷ്യൻ വേറെ ആരുമല്ല, ഞാൻ തന്നെ. ഞാൻ എൻ്റെ കൊച്ചിനെ കൊളമാക്കുന്നത് ആയിരിക്കത്തില്ല. അടിപൊളിയായിട്ട് ഞാൻ ഒരുക്കി തരുമല്ലോ. നിനക്കെന്നെ വിശ്വാസമുണ്ടോ? അപ്പം നമുക്ക് ഞങ്ങൾ ഹൽദി ആക്ച്വലി അത്രയും ഗ്രാൻഡൊന്നും ആക്കുന്നില്ല, സിമ്പിളായിട്ടാണ് അപ്പം നടത്തുന്നത്. സോ ഞങ്ങൾ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ തന്നെ മേക്കപ്പ് ചെയ്യാമെന്ന്. സോ അപ്പം ഞാനാണ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. കുട്ടി സുന്ദരിയാക്കി തരാൻ. അപ്പോൾ ഗൈസ് ഞാനങ്ങനെ എൻ്റെ കൊച്ചിനെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇതാണ് എൻ്റെ കുട്ടി. എങ്ങനെയുണ്ട്? ഓക്കെ, എനിക്കിഷ്ടമായി. അടിപൊളി. അഞ്ജു ടേൺ. ദിസ് ഈസ് ഫൈനൽ ലുക്ക് ഗൈസ്. പൊട്ട് വേണ്ടേ? പൊട്ട് വേണ്ടടാ. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്. സീ, ഹലോ ഗൈസ്. അപ്പം നമ്മളിതാ ഒരുങ്ങി. എങ്ങനെ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയത്തില്ല. ഹറിബറിയായിരുന്നു. അഞ്ജുവിനെ ഒരുക്കി കഴിഞ്ഞപ്പോഴത്തേനും പകുതി ജീവൻ പോയി. പിന്നെ ഞാൻ ഒരുങ്ങി. ഇപ്പം നമ്മൾ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റബ്ബർ തോട്ടത്തിലേക്കാട്ടോ പോകുന്നത്. വെറൈറ്റി ഫോട്ടോഷൂട്ടാണ്. വാ കാണിച്ചു തരാം. അവിടെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം ഗൈസ് നമ്മൾ ഹൽദി ഫംഗ്ഷന് വേണ്ടിയിട്ട് റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. മാഡം അവിടെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസിയാണ്. ഞങ്ങളിവിടെ ചുമ്മാ ഇങ്ങനെ നിൽക്കുക. അപ്പം അഞ്ജുവിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു. ഷീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഷീസ് ലൈക്ക് മൈ സിസ്റ്റർ ആൻഡ് ഓൾറെഡി എന്താ പറയണ്ടേ, എനിക്ക് എന്ത് വിഷമം വന്നു കഴിഞ്ഞാലും എന്നെ ഫസ്റ്റ് അവൾ വിളിക്കും. ഞാൻ അങ്ങോട്ട് വിളിക്കേണ്ട ആവശ്യമില്ല. എന്നെ വിളിച്ചിട്ട് ചോദിക്കും നീ ഓക്കെ അല്ലേ എന്ന് ചോദിക്കും. അങ്ങനത്തെ 1-2 ആളെ എൻ്റെ ലൈഫിലുള്ളൂ. അതിൽ ഒരാളാണ് അവൾ. ലൈക്ക് നമ്മൾ 4 വർഷം ആയി കണ്ടിട്ട്. ആക്ച്വലി അവൾ അബ്രോഡാണ്. സോ മാരേജിന് വേണ്ടി വന്നതാണ്. അപ്പം എനിക്ക് ലീവൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഞാൻ വന്നത്, സത്യം പറയാം. കാരണം എനിക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളാണ്. സോ ഭയങ്കര പ്യുവർ ഹാർട്ട് എന്നൊക്കെ പറയത്തില്ലേ, ഷീസ് ലൈക്ക് ദാറ്റ്. ഇനി ചെക്കനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതിനേക്കാളും വലിയ കോമഡിയാണ്. അത് ഞാൻ നാളെ അവിടെ ചെന്നിട്ട് കാണിക്കാം. கொஞ்சம் கூட ஸ்லோலி போகாமோ சீதா கல்யாண வைபோகமே ராம கல்யாண
എങ്ങനെയുണ്ട് ഗൈസ് പിടിയും കോഴിയും? സൂപ്പർ. എന്തൊക്കെയാ സ്പെഷ്യല്? പിടിയും കോഴിയും ഗീ റൈസ് ഉണ്ട്, ചിക്കൻ കറി, സലാഡ്, പിന്നെ ഇത് ഇവിടുത്തെ സ്പെഷ്യലാണ് വട്ടയപ്പം. വട്ടയപ്പം മാത്രമല്ല എല്ലായിടത്തും ഉണ്ടെന്ന്. അതെ അതെ. ആ പാട്ട് കേട്ടിട്ടില്ലേ വട്ടയപ്പം? വീഡിയോ എടുക്കാന്ന് പറഞ്ഞിട്ട് രഹസ്യമായിരുന്നു ഫുഡ് കഴിക്കുന്നു. കണ്ടോ 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 എന്നിട്ട് നോക്കി ചിരിക്കുന്നു കണ്ടോ. ഒരു രക്ഷയില്ലാത്ത ഫുഡ്. പിന്നെ എങ്ങനെ മൈൻഡ് ചെയ്യാനാ? ഞാൻ ഫുൾ കോൺസെൻട്രേഷൻ ഇവിടെ ആയിപ്പോയി. പാവം. ചാനലിൽ പേരൊന്നും പറയാൻ പറ്റൂല. അപ്പൊ ഗൈസ് നമ്മുടെ ഹൽദിയൊക്കെ കഴിഞ്ഞു, അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ കഴിഞ്ഞു. 12 മണിയായോ? 11:30. സോ ഇനിയിപ്പം വിശന്നിട്ടൊന്നും അല്ല, തീർക്കാൻ വേണ്ടി മമ്മി പറഞ്ഞു, അതുകൊണ്ട് മാത്രം കഴിക്കില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഒന്ന് പോയി കുളിച്ചിട്ട് കിടന്നുറങ്ങി. നാളെ രാവിലെ നമ്മൾ 3:30 എണീറ്റ് പോകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.